أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സർവാധരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹാന്മാർ, ഉമറാക്കൾ, മുത്തഅല്ലിമുകൾ, മുഅ്മിനുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമവുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും അല്ലാഹു കബൂലാക്കിയ അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഉസ്താദ് അവറുകൾ, സൈനുൽ ഉലമ മഹാനവറുകളുടെ ജീവിതകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ ഒരു വലിയ അമലാണ് സമൂഹത്തിനായി, സമുദായത്തിനായി അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന ഈ മഹത്തായ സേവനം എന്ന് നാമൊക്കെയും ഉൾക്കൊള്ളേണ്ടതുണ്ട്. വരും തലമുറയുടെ സമാധാനപരമായ ജീവിതത്തിന് എല്ലാ നിലക്കുള്ള സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും മാർഗത്തിൽ നമ്മുടെ സമൂഹം, മുസ്ലിം സമൂഹം വളർന്നു വരുന്നതിന് ആവശ്യമായ ഒരു സുപ്രധാനമായ സേവനമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഉസ്താദുമാരും നായകന്മാരും നമ്മുടെ ഉമറാക്കളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങളൊക്കെയും നടത്തുന്നത് എനിക്ക് യുവാക്കളായ പ്രവർത്തകരോട് പറയുവാനുള്ളത്, ഇതിൻ്റെയൊക്കെ ശരിയായ ഗുണഭോക്താക്കൾ അത് നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഈ പ്രായമുള്ള സമയത്ത് വളരെയേറെ പ്രയാസങ്ങളൊക്കെയും സഹിച്ചുകൊണ്ട്, എല്ലാവിധ ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു മഹത്തായ സ്ഥാപനം ഉസ്താദുമാരുണ്ടാക്കി തരുന്നതിന്, അതുപോലെ അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നൽകിക്കൊണ്ട് ഉമറാക്കളായ സമ്പന്നരായ പ്രവർത്തകരായ നേതാക്കളൊക്കെയും ഇതിന് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു തരുന്നത് വരും തലമുറ ഇവിടെ സമാധാനമുള്ളവരായി നല്ല ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് നിലനിന്ന് കാണാനുള്ള പ്രവർത്തനങ്ങളാണെന്ന് നാമൊക്കെയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സുപ്രധാനമായ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, അലാ ഫൽയുബല്ലിഗ് ഷാഹിദു അൽ ഗായിബ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ കേട്ട് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ വരും തലമുറക്ക് അത് കൈമാറിക്കൊടുക്കണം. അത് വരും തലമുറ മനസ്സിലാക്കാനും പഠിക്കാനും ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ബാന്ധാവിലൂടെ വളർന്നു വരാനും ആവശ്യമായ എല്ലാ നിലക്കുള്ള പ്രവർത്തനങ്ങളും നടത്താൻ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹജ്ജത്തുൽ വിദാഇന്റെ സുപ്രധാനമായ ആ പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ തലമുറയും അതാത് കാലഘട്ടത്തിൽ പിൻതലമുറയ്ക്ക് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെയും നടത്തി ഇന്ന് നമ്മുടെ കരങ്ങളിലെത്തിയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയമെന്ന ഒരാശയം ഉണ്ടായിരുന്നില്ല. മതവിദ്യാർത്ഥികളായി, ഭൗതിക വിദ്യാർത്ഥികളായി, അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലായി, രണ്ട് ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്നൊരു കാലഘട്ടം. ഇനി അത് പോരാ, അടുത്ത തലമുറയിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഉൾക്കൊള്ളാനും ആ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്താനും അർഹരായ പണ്ഡിതന്മാരിവിടെ ഉണ്ടാകണമെങ്കിൽ മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയം വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ള പ്രവർത്തകർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലേ അടുത്ത തലമുറയിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനും ഉൾക്കൊള്ളാനും പ്രബോധന പ്രവർത്തനങ്ങൾക്കാവുകയുള്ളൂ എന്ന ആ തിരിച്ചറിവ് കൊണ്ടാണ് ഇങ്ങനെയുള്ള
മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ പ്രവർത്തനങ്ങൾ, അതിനാവശ്യമായ സ്ഥാപനങ്ങളും അതിനാവശ്യമായ സംവിധാനങ്ങളൊക്കെയും നിലവിൽ വന്നിരിക്കുന്നത്. ഇന്ന് വലിയ സാമ്പത്തിക ബാധ്യത ഈ രംഗത്തുണ്ടാകുമെന്ന് പറയേണ്ടതില്ല. ദീനീ വിദ്യാഭ്യാസം എങ്ങനെ നൽകുന്നു, അതോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസവും അവർക്ക് സമന്വയിപ്പിച്ച് നൽകുമ്പോൾ അതിനാവശ്യമായ അധ്യാപകരെയും സംവിധാനങ്ങളെയും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അതിനായി ഏർപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ തെരഞ്ഞുപിടിക്കേണ്ടി വരും. ആ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ഒരുപക്ഷേ ഈ രംഗത്ത് മുന്നോട്ട് കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി കൊടുത്തിട്ടുണ്ടാകും, ഓർമ്മശക്തി കൊടുത്തിട്ടുണ്ടാകും, പക്ഷേ സാമ്പത്തികം കൊടുത്തിട്ടുണ്ടാവില്ല. സാമ്പത്തിക പരാധീനത കൊണ്ട് പലപ്പോഴും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് കഴിയാതെ വഴിമുട്ടിക്കൊണ്ട് വഴിമാറിപ്പോകുന്ന ഒരുപാട് ആളുകൾ കാണാം. അത്തരം വിദ്യാർത്ഥികളാകുമ്പോൾ അവരെ ഈ വഴിയിൽ തന്നെ പിടിച്ചു നിർത്തി അവരെ സമൂഹത്തിനും സമുദായത്തിനും സമർപ്പിക്കണമെങ്കിൽ ആ രംഗത്ത് ആ വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സംരക്ഷണങ്ങളും പോരാ, ഒരുപക്ഷെ അവിടെ കുടുംബത്തിന് പോലും ആവശ്യമായ സംരക്ഷണങ്ങൾ കൊടുത്തുകൂടി വേണം ഒരു വിദ്യാർത്ഥിയെ, ഒരു പണ്ഡിതനെ, ഒരു പ്രവർത്തകനെ, ഒരു പ്രബോധകനെ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താറുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിലും പല പല ദിക്കുകളിലും പല നിലക്കുള്ള പ്രകൃതി ദുരന്തങ്ങളും പല നിലക്കുള്ള പ്രയാസങ്ങളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ധാർമ്മികമായി നാം ചിന്തിക്കുമ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും പുലർന്നു വരുന്നതായി കാണാം. എന്ന് പറഞ്ഞാൽ ഈ ലോകം അതിൻ്റെ സമതുലിതാവസ്ഥയിൽ ഈ ലോകം നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. സ്വാലിഹീങ്ങളായ സച്ചരിതരായ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളെ കൊണ്ടാണ് എക്കാലവും ലോകം നിലനിന്നിരിക്കുന്നത്, എക്കാലവും ലോകം നിലനിൽക്കുമെന്നതാണ് വസ്തുത. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഓർമ്മ വരികയാണ്. ഈ പ്രപഞ്ച കടാഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ച കടാഹം മുഴുവൻ ആടാനും ഒരയുകാനും തുടങ്ങി വെള്ളത്തിന് മുകളിൽ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചപ്പോൾ ആ വെള്ളത്തിന് മുകളിൽ പന്തിട്ടാല് പോലെ ഭൂമി ഇങ്ങനെ കടന്നിട്ട് കുരുങ്ങാനും ആടാനും തുടങ്ങുകയാണ്. ആ സമയത്ത് ഈ ഭൂമിയുടെ ഈ അസതുലിതാവസ്ഥ, അതിൻ്റെ കറക്റ്റല്ലാത്ത ഈ അവസ്ഥ അത് നിലനിൽക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ പല ഇടങ്ങളിലായി പർവ്വത നിരയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയാണ്. പർവ്വതത്തെ സൃഷ്ടിക്കുമ്പോൾ ആ ഭൂമിയുടെ ആടലും ഉലയലുമൊക്കെ ഒന്ന് നിയന്ത്രിക്കപ്പെടുകയും അത് എന്ന് വാസയോഗ്യമായ രീതിയിൽ അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഒന്നും ശാസ്ത്രീയ വശം എന്ന് പറയേണ്ടതില്ല. ഇന്ന് ശാസ്ത്രം അതൊക്കെ സംബന്ധിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ശാസ്ത്രം കണ്ടുപിടിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നിങ്ങൾ ചിന്തിക്കണം. ഇത് കണ്ടപ്പോൾ മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഈ ഭൂമിയെ നീ സൃഷ്ടിച്ചു, ഈ ഭൂമിയുടെ ആടയും ഉലയുകയും ചെയ്യുന്ന അവസ്ഥയെ ഞങ്ങൾ കണ്ടു. ഈ ഭൂമിയെ അതിൻ്റെ സമതുലിതാവസ്ഥയിൽ പൊഴിച്ചു നിർത്തുന്നതിന് ഭൂമിയുടെ പല ഇടങ്ങളിലായി പർവ്വതങ്ങളെയും നീ സൃഷ്ടിച്ചപ്പോൾ ആ ഭൂമി ലെവലായി കുഴപ്പമില്ലാതെ നിൽക്കുന്ന കാഴ്ചയും ഞങ്ങൾ കണ്ടു. ആകയാൽ ഈ ഭൂമിയെ നിയന്ത്രിക്കാനുള്ള ഒരു ധാർമ്മികമായ ശക്തി പർവ്വത നിരകൾക്ക് നീ കൊടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പടച്ചവനെ, നിന്റെ സൃഷ്ടികളിൽ ഈ പർവ്വതത്തെക്കാൾ ഏറ്റവും ശക്തമായ മറ്റു വല്ല സൃഷ്ടിയും നിന്റെ ഭൂലോകത്തിന്റെ സൃഷ്ടികളിൽ ഉണ്ടോ? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. നിന്റെ സൃഷ്ടിയിൽ ഈ പർവ്വതത്തെക്കാൾ ശക്തിയുള്ള മറ്റേതെങ്കിലും വസ്തുവിനെ നീ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് മറുപടി പറയുന്നു, നഅം, അതെ ഉണ്ട്. ഏതാണ് റബ്ബേ ഈ പർവ്വതത്തെക്കാൾ ശക്തമായ ഒരു ശക്തിയായി ഈ നിന്റെ സൃഷ്ടികൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, അൽ ഹദീദ്, ഇരുമ്പ്. ആ ഇരുമ്പിന്റെ വലിയ ആമറുകളും മറ്റുമൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ആ പർവ്വതത്തിനെ ഇടിച്ച് തകർത്ത്, ഇന്നിപ്പോ JCB വന്ന കാലത്ത് പിന്നെ അത് പറയേണ്ടതുമില്ല, കോരി വാരി എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ശക്തി, ഏത് കരിമ്പാറയെയും ഏത് വിധത്തിലാക്കി തീർക്കാനുള്ള ശക്തി ആന്തരികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പിന് നൽകിയിട്ടുണ്ട്. ആ ഇരുമ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പർവ്വതങ്ങളെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആന്തരികമായി കല്ലിനേക്കാൾ വലിയ ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പിന് നൽകിയിരിക്കുന്നത് എന്ന് മലക്കുകൾ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. വീണ്ടും മലക്കുകൾ ചോദിക്കുന്നു, അല്ലാഹുവേ, എന്നാൽ ഈ ഇരുമ്പിനേക്കാളും ശക്തമായ വല്ല സാധനവും നിന്റെ സൃഷ്ടിയിലുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാം, അതെ ഉണ്ട്. ഏതാണ് അത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുന്നു, അന്നാർ, അത് തീയാണ്. എത്ര വലിയ ഇരുമ്പാണെങ്കിലും നല്ല ശക്തമായ തീയിലേക്ക് ഇട്ടുകൊടുത്താൽ ആ തീയിൻ്റെ കാഠിന്യം കൊണ്ട്, ശക്തി കൊണ്ട് ആ ഇരുമ്പിനെ വെള്ളമാക്കി തീർക്കാനും, ആ ഇരുമ്പിനെ പാകപ്പെട്ട വിധത്തിൽ എങ്ങനെയാണ് ഉരുട്ടാണോ നീണ്ടിട്ടാണോ നേരിയതാണോ ഏത് വിധത്തിൽ വേണമെങ്കിലും ആ ഇരുമ്പിനെ പാകപ്പെടുത്തിയെടുക്കാൻ മനുഷ്യന് ഉപയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പിനേക്കാൾ ആന്തരിക ശക്തി നൽകി പടച്ചു വെച്ചിരിക്കുന്ന സൃഷ്ടിയാണ് തീ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മലക്കുകൾ വീണ്ടും, അല്ലാഹുവേ, ഈ തീയിനേക്കാൾ ആന്തരികമായ ശക്തിയുള്ള വല്ല സൃഷ്ടിയും നിന്റെ സൃഷ്ടിയിലുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല, അതെ ഉണ്ട്. ഏതാണത്? അത് വെള്ളമാണ്. കത്തിക്കാളുന്ന തീയിലേക്ക് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ആ തീ ഒന്നും അല്ലാതാവും. അപ്പൊ തീയിനെ വേണ്ടുപോലെ നിയന്ത്രിക്കാനുള്ള ഒരു ആന്തരികമായ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിന് കൊടുത്തു എന്ന് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വീണ്ടും, എന്നാൽ പടച്ചവരെ, ഈ വെള്ളത്തെക്കാളും വലിയ ആന്തരികമായ ശക്തി നിന്റെ സൃഷ്ടികൾ വല്ലതിനുമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല, നാം, അതെ ഉണ്ട്. ഏതാണ് ആ സാധനം? അത് കാറ്റാണ്. മേഘത്തിലൂടെ, മഴയിലൂടെയാണല്ലോ ജലം ലഭിക്കുന്നത്. എന്നാൽ ആ വെള്ളം തരുന്ന മേഘത്തെ ഉദ്ദേശിച്ച സ്ഥാനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനും മഴ വർഷിപ്പിക്കാനും ഉള്ള മഴ ഇല്ലാതെയാക്കാനും അതിനൊക്കെയും കാറ്റിന് കഴിവുണ്ട് എന്നതാണ് വസ്തുത. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മഴയെ നിയന്ത്രിക്കാനുള്ള ആന്തരികമായ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിയാകുന്ന കാറ്റിന് അല്ലാഹു തആല നൽകിയിരിക്കുകയാണ്. വീണ്ടും മലക്കുകൾ ചോദിക്കുന്നു, അല്ലാഹുവേ, ഇതിനേക്കാളും വലിയ ഒരു ശക്തി നിന്റെ സൃഷ്ടിയിൽ വേറെ വല്ലതും ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം, അതെ. ഏതാണത്? അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഖൽബുൽ തഖിയ്യുൻ നഖിയ്യുൽ മുഅ്മിൻ. അത് മറ്റൊന്നുമല്ല, ഈ കണ്ടുകാണപ്പെട്ട സർവ്വവാര സൃഷ്ടിചരാചരങ്ങളെക്കാളും ആന്തരികമായി നിയന്ത്രിക്കാനും അതിനെ ഭരിക്കാനും അതിനെ ഇവിടെ സമതുലിതാവസ്ഥയിൽ പിടിച്ചു നിർത്താനും ശക്തിയുള്ള എൻ്റെ സൃഷ്ടി ഏതാണെന്നറിയുമോ? ഖൽബുൽ തഖിയ്യുൻ നഖിയ്യുൽ മുഅ്മിൻ. ഒരു മുഅ്മിനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ഉൾക്കൊണ്ട് അല്ലാഹു വിരോധിച്ച തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെയും ഒഴിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹുവിനെ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖിയായ ഒരു മുഅ്മിനിന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിന് അല്ലാഹു നൽകിയിരിക്കുന്ന ശക്തി, കഴിവ് അവൻ്റെ സൃഷ്ടിചരാചരങ്ങളായ മറ്റ് സർവ്വ സൃഷ്ടികൾക്കും അല്ലാഹു നൽകിയ ആന്തരികമായ കഴിവിനപ്പുറമാണ്. ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാനുള്ള ആന്തരികമായ ശക്തി അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിനെ ഭയന്ന് പേടിച്ച് അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ഉൾക്കൊണ്ട് സ്വീകരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ, ആ നിലക്കുള്ള മുഅ്മിനീങ്ങൾ അവരാണ് ഈ ലോകത്തിൻ്റെ സമാധാനം, അവരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത്. ആ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ഈ ലോകത്തില്ലാതെ പോയാൽ ലോകത്തിൻ്റെ ഘടനയ്ക്ക് വിഘാതങ്ങൾ സംഭവിക്കും, തകരാറുകൾ സംഭവിക്കും. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല.
പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇപ്പോൾ പ്രസംഗത്തിൽ നമ്മോട് സൂചിപ്പിച്ചു, പല ഭാഗത്തും പലതും സംഭവിച്ചു. അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഈ കേരള കർണാടക സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഈ ഒരവസ്ഥയിൽ യഥാർത്ഥമായി ഈമാനും ഈമാൻ്റെ പ്രഭയും ഈമാൻ്റെ വെളിച്ചവും ഈമാനികമായ പ്രവർത്തനങ്ങളും അത് നിർവഹിച്ചു കൊടുക്കാനുള്ള പണ്ഡിതന്മാരുടെ ആ സംഘടിത സ്വഭാവങ്ങളും അതിനുവേണ്ടി എല്ലാ നിലക്കുള്ള പ്രോത്സാഹനങ്ങളും ശക്തിയും പകർന്നുകൊണ്ടിരിക്കുന്ന ഉമറാക്കളായ നേതാക്കളും ആ ഉമറാക്കളുടെയും പണ്ഡിതന്മാരുടെയും ആ കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള ദീനീ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ നല്ല സമൂഹങ്ങളും പ്രവർത്തകരും ആ നിലയ്ക്ക് ദീനിയായ വിദ്യാഭ്യാസവും ദീനിയായ മേഖലയിൽ വളരുകയും ചെയ്യുന്ന നമ്മുടെ ഈ കൂട്ടായ്മയുടെ സ്വഭാവം അതാണ് നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നാമൊക്കെ തിരിച്ചറിയണം. അതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. അത് എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് ആ സമയം ഈ ലോകത്തിൻ്റെ തകർച്ചയിലേക്കാണ് പോകുന്നത്. തകർച്ചയായിരിക്കും അതിൻ്റെ അനന്തരഫലം. ഈ ലോകം അത് സമാധാനപരമായി നിലനിൽക്കണമെന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാടിലാണ് നമ്മുടെ മഹാരഥന്മാരായ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട AP ഉസ്താദ്. ഇന്നലെയും മെനിയാൻ ഞാൻ ഉസ്താദിൻ്റെ ഒപ്പരം ഉണ്ടായിട്ടുണ്ട്. 2 ദിവസം ഉസ്താദുണ്ടായ ഒപ്പരം ഞാനിങ്ങനെ ഒരുപാട് ചിന്തിച്ചു. ഇന്നിവിടെ വന്നിട്ടില്ല, നമുക്ക് വന്നില്ല എന്ന് തോന്നും. ഇന്നിപ്പോൾ മലേഷ്യയിലേക്ക് പോവുകയാണ് ഉസ്താദ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആ ഉസ്താദ് അവരുടെ ഒരൊറ്റ നിമിഷം, ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഈ വയസ്സ് 70-74 പ്രായമാകുന്ന സമയത്ത് എത്ര പരിപാടികളാണ് ഇന്നലെ ഞാൻ ഉസ്താദിൻ്റെ ഒപ്പരമാണുള്ളത്. കുറ്റാളൂരിൽ ഇന്നലെ അവിടെ പ്രസംഗിക്കാൻ വേണ്ടി എത്തുമ്പോൾ ഉച്ചക്ക് ഉസ്താദിൻ്റെ ഒപ്പരമുണ്ട്. അത് കഴിഞ്ഞ് രാത്രി ഒരു പരിപാടിക്ക് വേണ്ടി ഉസ്താദ് എത്തുമ്പോൾ പല നിലക്കുള്ള പരിപാടികളും കഴിഞ്ഞതിന് ശേഷമാണ് ഉസ്താദ് അവിടെ എത്തുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു, പക്ഷേ മലേഷ്യയിൽ മറ്റൊരു പരിപാടിക്ക് പോകാൻ വേണ്ടി പോവുകയാണെന്ന് ഉസ്താദ് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ശക്തി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അല്ലാഹു ഒരുപാട് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നമ്മുടെ നേതാക്കൾക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഉസ്താദ് ഇതുപോലെ അവിടുന്ന് ഒരുപാട് ശാരീരികമായ പ്രയാസങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഈ ഭാഗത്ത് വന്നത് മുതൽ ബഹുമാനപ്പെട്ട ഉസ്താദും ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളും സ്നേഹിതന്മാരുമാണ്. എത്ര പ്രയാസപ്പെടുന്നു എന്ന് നന്നായി അറിയുന്നവരാണ്. എന്നിട്ട് പോലും മഹാനവറുകൾ ഈ ചെയ്യുന്ന ഈ സ്തുത്യർഹമായ പ്രവർത്തനം അത് എത്ര മൂല്യമുള്ളതാണെന്ന് നാമൊക്കെയും തിരിച്ചറിയുകയും അങ്ങനെ മഹാനവറുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ സംരംഭങ്ങളും സമൂഹവും സമുദായങ്ങളും ഉമറാക്കളും നേതാക്കളും അത് നെഞ്ചേറ്റിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കുകയും അവിടുത്തെ മനസ്സ് നിറയെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾ ഉദ്ദേശിച്ച ഇതുപോലെ നമ്മുടെ ദീനിൻ്റെ പണ്ഡിതന്മാരും നേതാക്കളും അവരൊക്കെയും ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂലാക്കുകയും വിജയിപ്പിച്ചു തരികയും അതിൻ്റെയൊക്കെ മാർഗങ്ങൾ എളുപ്പമാക്കി തരികയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.